ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രേയ ഈ തെളിവ് കാണുമ്പോൾ ശ്രേയ ചാരുവിൻ്റെ കാല് പിടിക്കാൻ കേട്ടോ, ദയവ് ചെയ്ത് ഈ തെളിവ് പുറത്ത് കൊണ്ടുവരരുതെന്ന്. അപ്പോൾ നീ ഞങ്ങളോട് ചെയ്യുമ്പോൾ നിനക്ക് തക്കാളി ചട്ടിണിയാണെങ്കിൽ ഇപ്പോൾ നിനക്ക് എന്താ ഇങ്ങനെ ഒരു മറുപടി എന്ന് ചോദിക്കാൻ കേട്ടോ. ഞങ്ങളും ഒരുപാട് വേദന അനുഭവിച്ചു, അത് നീയും തിരിച്ചറിയട്ടെ, നീയും പോലീസ് സ്റ്റേഷനിലൊന്ന് കയറട്ടെ. അക്കുച്ചേട്ടൻ എന്തുമാത്രം വേദനിച്ചു, ആ വേദന എന്താണെന്ന് നീ അറിയെന്ന് പറയട്ടെ. പക്ഷേ പറയണ ദയവ് ചെയ്ത് നീ എന്നെ ദ്രോഹിക്കല്ലേ, ഇല്ല, നിനക്കിനിയൊരു മാപ്പില്ല. നിന്നെ എൻ്റെ ഭർത്താവ് സ്നേഹിച്ചു എന്ന ഒരു ഇതിൻ്റെ പേരിൽ നിന്നോട് നീ ചെയ്യുന്ന പ്രവൃത്തി എല്ലാം കണ്ടിട്ടും ഇതുവരെ ഞാൻ നിന്നോട് തിരിച്ചടി നൽകാതിരുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഭർത്താവ് പറയുന്നത് പോലെ നിന്നെ എൻ്റെ ഭർത്താവ് കല്യാണം കഴിക്കുകയായിരുന്നെങ്കിൽ നീ അവരുടെ കുടുംബത്തിൽ നിന്നും ആകാശേട്ടനെ കൊണ്ടുപോയിരുന്നു, അക്കുച്ചേട്ടനെ കൊണ്ടുപോയിരുന്നു എന്ന സത്യം പറയാനിട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രേയ പറയണേ, ദയവ് ചെയ്ത് എൻ്റെ ചാരു നീ ഇത് പോലീസിൽ കൊടുക്കല്ലേ, എൻ്റെ അടുത്തൊരു തെറ്റ് പറ്റി. അപ്പോൾ ഉടൻ തന്നെ നിന്നെ ഞാൻ വെറുതെ വിടാം. എൻ്റെ ഭർത്താവ് നിന്നെ ഒരു കാലത്ത് നിന്നെ സ്നേഹിച്ചു എന്നതിൻ്റെ പേരിൽ, പക്ഷേ ഇനി ഞാൻ നിന്നെ വെറുതെ വിടില്ല. നീ എൻ്റെ ആകാശേട്ടനേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വന്നാൽ ഇനി അഴിയെണ്ണുമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവണം കേട്ടോ. എന്നാൽ ഈ സമയം ചാരു ആകാശ് പറഞ്ഞ വാക്കിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അവൾക്ക് അവളുടെ കാര്യം മാത്രമേ ഉള്ളൂ, സ്വാർത്ഥ കൂടിയവളാണ്. കാരണം എൻ്റെ വിവാഹം എങ്ങനെയെന്നുള്ളത് അവൾ നന്നായി അറിഞ്ഞതാണ്. ഞാൻ നിന്നെ കല്യാണം കഴിച്ചിട്ടും നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നുള്ളൂ, ശ്രേയയെ ഞാൻ സ്നേഹിച്ചിരുന്നുള്ളൂ, നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. പക്ഷേ അവൾ ഓരോ ദിവസവും എൻ്റെ മനസ്സറിയാതെ, എൻ്റെ അവസ്ഥ അറിയാതെ അവൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ കാണുമ്പോൾ ഇപ്പോൾ ഞാൻ അവളെ വിവാഹം കഴിക്കാൻ നന്നായി എന്ന തോന്നൽ, എൻ്റെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് എന്നെ വേർപിരിച്ച് കൊണ്ടുപോയിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാനായിട്ടോ. പിന്നീട് കാണിക്കുന്നത് ആകാശ് ഓഫീസിലോട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഓഫീസിൽ പോകുന്ന ഒരു രംഗമാണ്. അപ്പോൾ ശ്രേയ ആണെങ്കിലോ അടങ്ങിയിരിക്കുകയാണ്. കാരണം ശ്രേയയ്ക്ക് ആകാശിന് നല്ലൊരു തിരിച്ചടി കൊടുക്കണം, പകയാണ് കേട്ടോ ശ്രേയയ്ക്ക്. അങ്ങനെ ആകാശ് ഓഫീസിൽ വന്നിരിക്കുക. അപ്പോൾ ഒരാളിങ്ങനെ പുറത്തിരിക്കുന്നത് ഇങ്ങനെ ശ്രേയ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഈ സ്റ്റാഫുകൾ ശ്രേയയെ കളിയാക്കുന്ന ഒരു രംഗം വരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തിരിക്കുന്നത് അവിടുത്തെ സെക്യൂരിറ്റി ആണെന്നുള്ള ആ ഒരു വരുത്തി തീർക്കൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ശ്രേയയുടെ ഞാനല്ല, അവരെല്ലാവരും കൂടി മനഃപൂർവ്വം ചെയ്തതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഷേ പറയണേ, എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഇനി അതിന് ഇങ്ങനെ വാദിക്കാൻ നിൽക്കണ്ട, പുറത്തൊരാൾ ഇരിക്കുന്നത് കണ്ടില്ല, അത് ആരെന്ന് ചോദിക്കണം കേട്ടോ. അത് ആ ഇന്ന ഭാഗത്തെ ആ കടയുടെ ഇലക്ട്രിസിറ്റി ബില്ലും അതുപോലെ ബിൽഡിങ്ങിൻ്റെ ആ ഒരു കാര്യങ്ങളൊന്നും നികുതിയൊന്നും അടക്കാത്ത ആ ആളാണ്. അയാളുടെ ഇത് റദ്ദാക്കാൻ മാഡം പറഞ്ഞിരുന്നല്ലോ, അതാണെന്ന് പറയുന്നത്. അയാളെ വിളിക്കുമെന്ന് പറയാം കേട്ടോ. അങ്ങനെ അയാളാണെങ്കിലോ വന്നിങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. എനിക്ക് കടയിൽ കച്ചവടമില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ബില്ലും ബാക്കിയുള്ളതൊക്കെ അടക്കുക, അതൊക്കെ ഇപ്പം ഞങ്ങൾ അറിയേണ്ട ആവശ്യമുണ്ടോ എന്ന് ശ്രേയ അയാളോട് ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ അയാൾ പറയാണ്, എനിക്കിപ്പോൾ അതൊക്കെ അറിയേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുമ്പോൾ അത് കറക്റ്റ് തന്നെയാണ്, പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുക, പണം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അടക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നതെന്ന് പറയും കേട്ടോ. ഇതേ സമയം ഇതൊന്നും ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി നിങ്ങളുടെ കട ഓപ്പൺ ആക്കാനോ നിങ്ങൾക്കത് തൊടുവാനോ ഒന്നിനും കഴിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ മേഡം വിചാരിച്ച എല്ലാത്തിനും കഴിയും, ഞാൻ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയിട്ട് ഞാനത് അടച്ചോളാം, എനിക്ക് ആകെ കിട്ടുന്ന ഒരു വരുമാനം അതിൽ നിന്നാണ്. അപ്പം നിങ്ങളല്ലേ അത് കച്ചവടമില്ല എന്ന് പറഞ്ഞത്, അതെ മേഡം, എങ്കിലും കൂടി ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള ആ ക്യാഷെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു എന്ന് പറയാം കേട്ടോ. ഇതേ സമയം ശരി, എന്നാൽ താങ്കൾ എനിക്കൊരു സഹായം ചെയ്യുക. അപ്പോൾ അയാൾ ചോദിക്കുക, മേഡം ഞാൻ എന്ത് സഹായം മേഡത്തിനെ പോലെയുള്ളവർക്ക് ചെയ്യുക? താങ്കൾ ഒരു പണി ചെയ്യേ, താങ്കൾ അവിടെ ഒരു അസിസ്റ്റൻറ്റ് എൻജിനീയറായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, ഒരു ആകാശ് എന്ന് പറയുന്ന, അവിടെ ഇരിക്കുന്നത് കണ്ടില്ല, ആ ചെയറിൽ വെള്ള ഷർട്ട് ഇട്ടിരിക്കുന്നത്, കണ്ടു മേഡം, അയാളുടെ അടുത്ത് പോയിട്ട് ഈ ബില്ല് അടയ്ക്കണം എന്ന് പറയുക. അപ്പോൾ ഇത്രയും തുക ഞാൻ ഒന്നിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അയാളോട് പറയുക. ശരി, അങ്ങനെ പറഞ്ഞിട്ട് എന്താ മേഡം, ഞാനതൊരു ഉപകാരമാണ്. നീ ചെയ്യേണ്ടത് അയാൾക്ക് കുറച്ച് തോനെ പൈസ കൊടുക്കണം, ഒരു 50,000 രൂപ കൊടുക്കണം. അപ്പോൾ ആ സമയം ഇൻകം ടാക്സുകാർ അവിടെ വരും, നീ അയാൾ എന്നിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ളത് വേണം നീ അവിടെ വരുത്തി ഉണ്ടാക്കാൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയം, അയ്യോ മേഡം, എനിക്ക് അതിന് മാത്രം എത്ര അളവും വരുതൊന്നുമില്ല, എനിക്ക് പേടിയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, നിൻ്റെ കൂടെ അവരുണ്ടാവും, എന്തായാലും അയാളെ ഇവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം, ആ ഒരു രംഗം നീ ക്രിയേറ്റ് ചെയ്ത് തന്നാൽ നിൻ്റെ ഈ പ്രശ്നത്തിൻ്റെ പണം ഞാൻ അടച്ചോളാം എന്ന് ശ്രേയ അയാളോട് ആവശ്യപ്പെടുകയാണ്.
ഇതേ സമയം ആകാശിന് ചോറ് കൊണ്ടുവരാനുള്ള ആ ഒരു ധൃതിയിലായിരിക്കട്ടെ ചാരു. അങ്ങനെ ചാരു നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇപ്പുറത്ത് എങ്ങനെ അരവിന്ദൻ ഭക്ഷണം കഴിക്കുന്നത്. അപ്പം അരവിന്ദൻ പറയുന്നുണ്ട്, തൻ്റെ അനിയത്തിയോട് പറഞ്ഞു, നല്ല മണം ഉണ്ടല്ലോ ഭക്ഷണത്തിന് എന്നിങ്ങനെ പറയണം. അത് ചാരു ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്, വല്ലാത്തൊരു സ്മെല്ലുണ്ടല്ലോ. അതാണ് ഏട്ടൻ മനസ്സിലാക്കേണ്ടത്. ചാരു എന്താ സംഭവം എന്നറിയാം. അപ്പോൾ മതി മതി, അവളുടെ പുരാണം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ലാതെ പറയും കേട്ടോ. ഇതേ സമയം ആകാശിനെ എന്താ കൊണ്ടുപോകുന്നതെന്ന് അരവിന്ദൻ ഒളിഞ്ഞു നിന്ന് കാണുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല അടിപൊളി 3-4 തരം കറികളും ഉപ്പേരികളും മീൻ വറുത്തതും അതൊക്കെ ഒരു ടിഫിനിലാക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നത് കാണുക കേട്ടോ. പിന്നീട് തൻ്റെ വണ്ടിയുടെ ചാവി എടുക്കാൻ താൻ റൂമിലോട്ട് പോയ സമയം കൊണ്ട് അരവിന്ദ് എന്ത് ചെയ്യുന്നു, വെറും ചോറ് മാത്രം വെച്ചിട്ട് അതിലെ കറിയും ഉപ്പേരിയും ഒക്കെ ഒഴിവാക്കി അതിന് പകരം പച്ചവെള്ളം വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്നും ചാരുവിന് അറിയില്ല. അങ്ങനെ പിന്നീട് ചാരു വരുമ്പോഴേക്കും ഇവൻ അടുക്കളയിൽ നിന്ന് മാറുകയും ചെയ്യാണ്. പിന്നീട് അതെടുത്ത് പെട്ടെന്ന് ചാരു തൻ്റെ ബൈക്കിൽ ഇത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ബൈക്കിൽ വെക്കുന്ന സമയത്താണ് ചാരുവിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. അയ്യോ, ഞാൻ പപ്പടം എടുക്കാൻ മറന്നു, പപ്പടം അവിടെ കെട്ടി വെച്ചിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ആ ടിഫിന് അത് ആ ബൈക്കിൽ വെച്ചിട്ട് ചാരു പപ്പടം എടുക്കാൻ പോകുമ്പോഴാണ് രമേശൻ ആ വഴി വരുന്നത് കേട്ടോ. അപ്പോൾ രമേശനാണെങ്കിലോ ഈ ടിഫിന് കാണുകയാണ്. അത് കാണുന്നതിനോട് കൂടി രമേശൻ ഒരു ഭക്ഷണപ്രാന്തനാണല്ലോ. അപ്പോൾ ആ ഭക്ഷണപ്രിയനായതുകൊണ്ട് തന്നെ രമേശൻ ആ ടിഫിൻ എടുക്കുകയാണ്. ചാരു എന്താ ആകാശിന് കൊണ്ടുപോകുന്നതെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ഒക്കെ ഒന്ന് തുറന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ ടിഫിൻ എടുത്ത് ഓരോ പാത്രവും തുറന്ന് നോക്കുമ്പോൾ അതിലൊക്കെ പച്ചവെള്ളം കേട്ടോ. അപ്പോൾ അത് കാണുന്ന രമേശ്, എന്താ ഈ ചാരു കാണിക്കുന്നത്, ആകാശിന് കൊണ്ടു കൊടുക്കുന്ന പച്ചവെള്ളം. അപ്പോഴാ ചാരു അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് കേട്ടോ. അപ്പോൾ ചാരു ചോദിക്കുകയാണ്, രമേശ് ഏട്ടൻ എന്താ ഈ കാണിക്കുന്നത്, എന്താ ചാരു ആകാശിന് വല്ല പനിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്താ അങ്ങനെ ചോദിക്കണം. അല്ല ആകാശിന് എന്താ നീ പച്ചവെള്ളം ചോറും കൊണ്ടു കൊടുക്കുന്നത്, ഇതെന്താ ഈ പറയുന്നത്, ഞാൻ പച്ചവെള്ളം ഒന്നുമല്ല, അടിപൊളി ഭക്ഷണങ്ങളാണ്. അല്ലല്ലോ, ഞാനിതിൽ കണ്ടല്ലോ, ഇത് നോക്കി എന്ന് പറഞ്ഞിട്ട് ആ പാത്രം തുറന്ന് കാണിച്ചു കൊടുക്കേണ്ടിട്ട്. അപ്പോൾ അത് കാണുന്ന ചാരു ആകെ ഞെട്ടിപ്പോണേ. ഈശ്വര, താനിപ്പോൾ എന്തേ കാണുന്നെന്ന ലെവലിൽ ചാരു ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. അപ്പോൾ ഇതേ സമയം ഈ ഒരു ഭക്ഷണം എങ്ങനെ ആയി എന്നറിയാതെ താനാകെ ടെൻഷനാവാണ്. എൻ്റെ രമേശ് ഏട്ടാ, ഞാൻ ഇതിലെല്ലാം ഭക്ഷണം വെച്ചതാണ്, ഇതെങ്ങനെ പച്ചവെള്ളമായി എന്ന് എനിക്കറിയില്ല. എന്തായാലും രമേശ് ഏട്ടാ, ഈ ഭക്ഷണം തുറന്ന് നോക്കാൻ തോന്നിയത് നന്നായി. ഇതിപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ആകാശേട്ടൻ ഇങ്ങനെ കൊടുക്കുകയായിരുന്നെങ്കിൽ പാവം ആകാശേട്ടൻ എത്രമാത്രം വിഷമിച്ചിരുന്നു എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി ഇങ്ങനെ എന്നെക്കൊണ്ടൊരു ഉപകാരം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറി വരുമ്പോൾ അവിടെ ചന്ദ്ര വരികയാണ് കേട്ടോ. അപ്പോൾ അവൾ ചോദിക്കുക, എന്താ രമേശേട്ടൻ കാണിച്ചതെന്ന് പറയാണ്. അത് കേട്ടോടെ തന്നെ ചാരു പറയാണ്, രമേശേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ആകാശേട്ടൻ അക്കുച്ചേട്ടൻ ആകെ നാണം കിട്ടിയിരുന്നു. അപ്പോൾ ആ കഥ രമേശൻ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അരവിന്ദൻ നിന്ന് കാണണം. അപ്പോൾ അരവിന്ദന് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ തൻ്റെ ഭർത്താവിന് വീണ്ടും പാത്രത്തിൽ അക്കുച്ചേട്ടന് ചാരു ഭക്ഷണങ്ങളൊക്കെ ആക്കി പുറത്തോട്ട് വരുമ്പോൾ അരവിന്ദൻ അവിടെ നിൽക്കുന്നത് കാണണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ രമേശൻ ചോദിക്കണേ, അല്ല മോളെ, ഇതിപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഈ പച്ചവെള്ളമായി മാറിയത്? അതാണ് ചിലവർ നമ്മളെ മനഃപൂർവ്വം അപമാനിക്കാനും ഇതിനൊക്കെ നോക്കും. അവരുടെ തലയിൽ തന്നെ ഇടുത്തി വീഴുന്നത് പോലെ ഓരോന്ന് ദൈവം അപ്പോൾക്കപ്പം തന്നെ കാണിച്ചു തരും. ഏത് സമയം ദൈവത്തിന് മുന്നേ കളങ്കമില്ലാതെ കൈകൂപ്പുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എന്നെ ആർക്കു മുന്നിലും തരം താഴ്ത്താൻ ദൈവം സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ പറയുന്ന രമേശിനൊന്നും മനസ്സിലായില്ല. അപ്പോൾ രമേശ് അരവിന്ദനോട് ചെന്നിട്ട് ചോദിക്കുക, ഇതെന്താ അവളൊക്കെ പറഞ്ഞിട്ട് പോയത്, അവളൊന്നും പറഞ്ഞില്ല, അവൾ നിൻ്റെ തലക്കൊരു മേട്ടം മേടാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അരവിന്ദൻ അവിടെ നിന്ന് പോകണം കേട്ടോ. ഇതേ സമയം ഓഫീസിലുള്ള സ്റ്റാഫുകളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു സ്റ്റാഫ് പറയണേ, എൻ്റെ ഭാര്യ എനിക്ക് സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുന്നിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ അതിലൊരുത്തൻ പറയണേ, നിൻ്റെ ഭാര്യ എന്നും നിനക്ക് തൈര് സാധമല്ലേ ഉണ്ടാക്കി തരിക. അപ്പോൾ അത് കേട്ട അവൻ പറയണേ, എനിക്ക് എൻ്റെ ഭാര്യ ഇത് ഉണ്ടാക്കി തന്നാൽ എനിക്ക് സന്തോഷമാണ്, ഈ ഒരു ജന്മം അടുത്ത ജന്മവും എനിക്ക് അവളെ തന്നെ ഭാര്യയായി കിട്ടിയാൽ മതി എന്നുള്ളൂ, ഈ തൈര് സാധം ഉണ്ടാക്കി തരുന്നതിനാണോ നീ ഇങ്ങനെ പറയുന്നതെന്ന് മറ്റ് സ്റ്റാഫുകൾ പറഞ്ഞ് കളിയാക്കാണ്. അങ്ങനെയില്ല, അവൾ അതുണ്ടാക്കി തന്നല്ലോ, ആ ഒരു സന്തോഷം അവളെ കൊണ്ട് കഴിയുന്നത് പോലെ ഇന്ന് അവൾ എനിക്ക് ടിഫിനാക്കി തരുന്നുണ്ടല്ലോ, അത് മതി എന്നൊക്കെ അതിനെ പറയണേ. അപ്പോൾ അങ്ങോട്ടേക്ക് ഷേയാണ് കടന്നു വരുന്നത് കേട്ടോ. അപ്പോൾ ഷേയ എന്താ മാഡം എന്ന് ചോദിക്കുകയാണ് മറ്റുള്ള സ്റ്റാഫുകൾ. ആകാശാണെങ്കിൽ ഇവിടെ എന്തോ ഒരു വെളച്ചിലുമായി വന്നിരിക്കുകയെന്ന് ആകാശിന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഷേയ പറയണേ, ഇന്ന് ഞാൻ നിങ്ങൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്, ഒറ്റയ്ക്ക് എൻ്റെ ക്യാബിനിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വല്ലാത്തൊരു മുഷിപ്പ്, ഭക്ഷണത്തിനൊരു ടേസ്റ്റ് തോന്നുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ കൂടെ കഴിക്കുകയാണ്. ഓ അതിനെന്താ മാഡം, ഞങ്ങൾക്കൊക്കെ സന്തോഷമുള്ളൂ എന്ന് സൗമ്യയും മറ്റുള്ളവരൊക്കെ പറയാണ് കേട്ടോ. രാജേന്ദ്രനൊക്കെ പറയുന്നുണ്ട്.
ഈ സമയം ആകാശ് ഇവൾ എന്തോ ഒരു ഇതുമായാണ് വന്നിരിക്കുന്നത് എന്നുള്ള ലെവലിലാണ്. അപ്പോൾ ഉടൻ തന്നെ സൗമ്യ ചോദിക്കുകയാണ്, ആകാശേ നിൻ്റെ വൈഫ് ഇതുവരെ വന്നില്ലല്ലോ, ചാരു ഇതുവരെ എത്തിയില്ലല്ലോ. അപ്പോൾ അത് കേൾക്കുന്ന ഷേക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ആകാശ് പറയുന്നത് എൻ്റെ വൈഫ് എന്തായാലും എനിക്കുള്ള ഭക്ഷണമായിട്ട് വരും, 1 മിനിറ്റോ 2 മിനിറ്റോ ലൈറ്റ് ആയാലും അവളിവിടെ എത്തിയിരിക്കും എന്ന് പറയട്ടോ. അങ്ങനെ ഷേയ ഭക്ഷണം കഴിക്കാൻ പാത്രങ്ങൾ ഇങ്ങനെ പരത്തി വെക്കുന്ന സമയത്താണ് സൗമ്യ പറയുന്നത് ചാരുവിൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേട്ടെന്ന്. അത് കേൾക്കുന്ന ഷേക്ക് ദേഷ്യം പിടിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ സമയം അങ്ങോട്ടേക്ക് ഓടി വരികയാണ് ചാരു. എന്നിട്ട് അക്കുച്ചേട്ടൻ നേരം വൈകിയോ, അതൊന്നും കുഴപ്പമില്ല, 1-2 മിനിറ്റ് അതൊക്കെ പിന്നെ പറയാം, എന്തായാലും അക്കുച്ചേട്ടൻ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റൊക്കെ എടുത്ത് വെച്ച് ഭക്ഷണം വിളമ്പി കൊടുക്കണം കേട്ടോ. ഭക്ഷണം വിളമ്പി കൊടുക്കാതെ അങ്ങനെ നിൽക്കുമ്പോൾ എന്താ കാക്കുത്തി നീ കാണിക്കുന്നത്, എനിക്കുള്ള ഭക്ഷണം നീ നിൻ്റെ കൈകൊണ്ട് ഇട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെയാണല്ലോ, അതുകൊണ്ടാണല്ലോ നിന്നോട് ഞാൻ ഭക്ഷണം കൊണ്ടുവരാൻ പറയുന്നത്. ഓ അങ്ങനെയാണോ എന്ന് പറയാം. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ശ്രേയക്ക് ദേഷ്യം പിടിക്കുക. അപ്പോൾ ആകാശയ്ക്ക് ഇത് മനഃപൂർവ്വം ശ്രേയയെ ചൊണിപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അങ്ങനെ കാക്കുത്തി ഇതെല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴേക്കും സൗമ്യയും രാജേന്ദ്രനൊക്കെ പറയണേ നിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങളെല്ലാം കാക്കുത്തി കാത്തിരിക്കുകയാണ്, നിൻ്റെ ടിഫിൻ തുറന്നപ്പോഴേക്കും എന്തൊരു സ്മെല്ലാടോടോ, ഞങ്ങൾക്കൊക്കെ കാട്ടുക, അതിനെന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഓരോരുത്തർ പാത്രങ്ങളിലോട്ട് ഇട്ട് ഷേയുടെ അടുത്തോട്ട് എത്തുമ്പോൾ ഷേ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഷേയെ ഒഴിവാക്കി ചാരു അപ്പുറത്തുള്ളവർക്കൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ആകാശ് ഇങ്ങനെ ഈ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ആകാശ് അവിടെ നിന്ന് എണീക്കാൻ ശ്രമിക്കുമ്പോൾ പാത്രം എടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ചാരു പറയണത് വേണ്ട അത് അവിടെ വെക്ക്. അപ്പോൾ ഈ സമയം ചാരു ഈ കാട്ടിക്കൂട്ടിലൊക്കെ കാണുമ്പോൾ ഷേക്ക് ദേഷ്യം പിടിച്ച് ദിലീപിനെ വിളിക്കണം, ദിലീപ് എൻ്റെ ഭക്ഷണം വേസ്റ്റിലോട്ട് ഇട്ടോളൂ എന്ന് പറയാം. അപ്പോൾ അതിൽ രാജേന്ദ്രൻ പറയണേ ഇവൾക്ക് എന്താ ഈ മഠത്തിന് എന്താ ഇങ്ങനെ ഒരു സ്വഭാവം. അപ്പോൾ ആകാശ് പറയണേ അവരുടെ സ്വഭാവം എപ്പോഴാണ് മാറുക എപ്പോഴാണ് ശരിയാവുമെന്ന് പറയാൻ പറ്റത്തില്ല, അവരെ വിട്ടേക്ക്. അപ്പോൾ അതൊക്കെ ഷേ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ഇതേ സമയം താൻ ഭക്ഷണം കഴിച്ച് എണീക്കുന്നൊരു സമയമല്ലേ. അപ്പോൾ പാത്രം എടുത്ത് പോകുന്നത് കാണുമ്പോൾ ചാരു പറയണേ പാത്രം എടുക്കണ്ട ആകാശേട്ട അതവിടെ ഇരിക്കട്ടെ, ഇതെന്തിനാണോ ഇത് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്നത്, അതിൽ എനിക്കിട്ട് കഴിക്കാനാണ്. ഇത് കേട്ട ഉടൻ തന്നെ എന്താ ഈ പറയുന്നത്, ആകാശേട്ടൻ എൻ്റെ ചാരു നീ എൻ്റെ പാത്രത്തിൽ കഴിക്കുക എന്ന്, കാക്കുത്തി നീ എൻ്റെ പാത്രത്തിൽ കഴിക്കുക എന്ന് ആകാശ് ചോദിക്കണം. അപ്പോൾ ഉടൻ തന്നെ അത് അതിൻ്റേതായ ഒരു സുഖമുണ്ട്, എടോ എൻ്റെ ഇച്ചിൽ നീ കഴിക്കണ്ടെന്ന് പറയട്ടോ, ഇത് ഇച്ചിലല്ല അത് പ്രസാദമാണെന്ന് പറഞ്ഞിട്ട് ഒരു ഭാര്യ ഭർത്താവിൻ്റെ പാതി കഴിക്കുന്നത് അത് പ്രത്യേക ഒരു സുഖമാണ്, ഞങ്ങൾ പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഒരു പ്രസാദം കിട്ടുന്നതിന് തുല്യമാണ്, അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് കഴിക്കട്ടെ എന്ന് പറയണം. അങ്ങനെ ആകാശ് നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. അപ്പോൾ സൗമ്യ പറയും ഇത്രയും സ്നേഹമുള്ള ഒരു പെണ്ണിനെ എവിടെയും കിട്ടില്ല എന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്ന ഷേക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടോ. അങ്ങനെ ആകാശ് കൈ കഴുകാൻ പോവാണ്. അപ്പോഴേക്കും ഇവിടെ അടുത്ത പണി നൽകാൻ ശ്രേയ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. ആകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ പറയാം കേട്ടോ, അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ കേട്ടോ.